ഓക്കെ, നമ്മൾ ഇപ്പോൾ കാണുന്നത് സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തുന്ന SIT സംഘത്തിന്റെ ദൃശ്യങ്ങളാണ്. പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 നടപടികൾ 2 സംഘത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. EDയുടെ റെയ്ഡ് 21 കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ SITയുടെ പരിശോധനയും ഇന്ന് സന്നിധാനത്തുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരത്തിലേക്ക് പോകാം. അമൽ തേരമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ദേവസ്വം ആസ്ഥാനത്തെ പരിശോധനയും ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ദേവസ്വം ആസ്ഥാനത്ത് നിന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് ED ശ്രമിക്കുന്നത്? പ്രധാനമായിട്ടും രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കൂടുതൽ കാര്യങ്ങൾ, ആ രേഖകളിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് 2019-25 കാലയളവ് എന്ന് EDയുടെ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. അതാണ് പൂജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1-2 വർഷത്തെ വിവരങ്ങളല്ല ശേഖരിക്കേണ്ടത്. 2019 മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. 2019 എന്നൊരു കണക്കവർ പറയുമ്പോൾ പോലും അതിനു മുൻപ് ഉള്ള കാലഘട്ടങ്ങൾ പോലും ഒരുപക്ഷെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയ കാലം മുതൽ ഇത് കൊള്ളയ്ക്കുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് സമയം മുതൽ എന്നുള്ളതാണ്. 2019 മുതൽ ഇതിൻ്റെ ഒരു കൊള്ള നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇതിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രേഖകളുടെ പരിശോധന തന്നെയായിരിക്കും. കാരണം ആദ്യഘട്ടത്തിൽ SITയുടെ ഒരു പരിശോധന നടന്നുപോയി, ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയും നടന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചതാണ്. അതിന് സമാനമായി തന്നെ ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുന്നു. ഈ രേഖകളിൽ എന്തെല്ലാം തരത്തിലുള്ള കൃത്രിമമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ അവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോടതിയുടെ കണ്ടെത്തൽ പോലെയുള്ള കാര്യങ്ങൾ, ഈ സ്വർണം എന്ന് പറഞ്ഞ് സ്വർണത്തിൽ പൊതിഞ്ഞ കാര്യങ്ങളൊക്കെ, സ്വർണം എന്നുള്ള വാക്കങ്ങ് മാറ്റി ചെമ്പ് എന്നങ്ങ് മാറ്റി എഴുതുമ്പോൾ സ്വാഭാവികമായും അത് കൊള്ളയ്ക്ക് ഉള്ള ഒരു വഴിതെളിക്കലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. ആ രേഖയുടെ തിരിമറി എവിടെയൊക്കെ വെച്ച് നടന്നിട്ടുണ്ട്, അത് ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ ആസൂത്രണം നടന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേട്ടയിലെ N വാസുവിൻ്റെ വീട്ടിലാണ്. അവിടെ പരിശോധന തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളാകുന്നു. ഈ വാസു അവിടെ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലെല്ലാം വാസുവിന് പങ്കുണ്ട് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷേ വാസു നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ വീട്ടിൽ നിന്നും എന്തെല്ലാം തരത്തിലുള്ള രേഖകൾ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തുടക്കത്തിൽ തന്നെ SITയോടക്കം വാസു പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും താൻ വീട്ടിൽ സൂക്ഷിക്കാറില്ല, ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും പ്രസിഡന്റ് ആയിരുന്ന കാലത്തുമെല്ലാം അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഓഫീസിലാണ് സൂക്ഷിക്കാറുള്ളത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം പരിശോധനയും നടന്നു പോയതാണ്. അതിനാൽ വാസുവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും രേഖകൾ ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ വിവരങ്ങൾ തേടുക തന്നെയാകും SITയുടെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാന ലക്ഷ്യം. സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇതിൽ നിർണായകമായി മാറുക. ബാങ്ക് രേഖകളടക്കം പരിശോധിക്കേണ്ടി വരും. അനധികൃതമായി ഒരു സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിക്കാണ് ആ പണം വന്നത്, അത് ഏതെല്ലാം തരത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടും. ഇവിടെ നടക്കുന്ന പരിശോധനയ്ക്ക് സമാനമായി തന്നെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ബൈജുവിന്റെ വീട്ടിലടക്കം പരിശോധന നടക്കുന്നു. അതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഒരുപാട് രേഖകളും മറ്റും അവർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഇവിടുത്തെ പരിശോധന അധികം നീളില്ല എന്നൊരു സൂചനയാണ്. N വാസുവിന്റെ വീട്ടിലെ പരിശോധന അധികം നീളില്ല എന്നൊരു സൂചന ലഭ്യമാകുമ്പോഴും മറ്റു സ്ഥലങ്ങളിലെ ഈ തിരുവാഭരണം കമ്മീഷണർ വീട്ടിലെ പരിശോധനയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധനയും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയും നീണ്ടു പോകും എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന N വാസുവിന്റെ വീട് തിരുവനന്തപുരം പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടിപ്പുറയായുള്ള ഒരു സ്ഥലത്താണ് വാസുവിന്റെ വീടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പരിശോധന പൂർത്തിയായാൽ ഒരുപക്ഷെ ഈ അന്വേഷണ സംഘം ഈ അപ്പുറയാണ് ശങ്കരദാസിന്റെ വീടുള്ളത്. അപ്പോൾ അവിടേക്ക് കൂടി പോയി ഒരു പരിശോധന ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേരുകൾ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന നിലവിൽ ഒരു വട്ടം മൊഴിയെടുത്ത് പോയ ആളുകളുണ്ട്. അതിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ആരോപണം അടക്കം നേരിടുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ റഡാറിലുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ അടുത്തൊക്കെ പരിശോധന നടക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാലും ശങ്കരദാസിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തും എന്നുള്ളൊരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആ കാര്യം സ്ഥിരീകരിക്കാനാവുന്നില്ല. പേട്ടയിൽ തന്നെ ഈ വാസുവിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആ വീടുള്ളത്. ഇപ്പോഴെന്തായാലും വാസുവിന്റെ വീട്ടിലെ അന്വേഷണം, തെളിവ് ശേഖരണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലും സമാനമായി തന്നെ പുരോഗമിക്കുന്നു. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ 2 വാഹനങ്ങളാണ് അവർ എത്തിയത്. അവിടേക്ക് എത്തുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. അവരുടെ
ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിയതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവിടെ എത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ അവിടെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അമ്മയെയും കൂട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരറ്റിലെ വീട്ടിലേക്ക് എത്തിയാണ് ആ വീട് തുറന്നുള്ള പരിശോധന. അതുമാത്രമാണ് കുറച്ച് സമയം ഒന്ന് വൈകിയത്. മറ്റെല്ലായിടങ്ങളിലെയും പരിശോധന ഒരേ സമയം തന്നെയാണ് ആരംഭിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ലോക്കൽ പോലീസിനെ അടക്കം ഈ വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷ ആവശ്യമാണ് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇവർ എത്തിയപ്പോൾ തന്നെ ഈ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ചേർത്താണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാസുവിന്റെ വീട്ടിൽ തോക്കേന്ത്യ ഒരു ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ നമ്മൾ പലവട്ടം കണ്ടു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന പുരോഗമിക്കുകയാണ്.